നമ്മളിപ്പോഴുള്ളത് പത്തനംതിട്ടയിലെ റാന്നി എന്ന സ്ഥലത്താണ്. നമ്മൾ വാഗമൺ ട്രിപ്പ് പോകാൻ ഇറങ്ങിയതായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും റോഡ് മുഴുവനും വെള്ളം കയറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് തിരുവനന്തപുരത്തേട്ട് പോകേണ്ടി വന്നു. റാന്നി എത്തിയപ്പോൾ തിരികെ പോവാൻ പറ്റാത്ത സ്ഥിതിയുമാണ്. ഇത് നമ്മൾ വരുന്ന വഴിയാണ്. അവിടെയൊക്കെ വെള്ളം കരയ്ക്ക് കയറിക്കഴിഞ്ഞു. റോഡ് മുഴുവനും വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ തോട് കര കവിഞ്ഞൊടുക്കുകയാണ്. നമുക്ക് തിരുവനന്തപുരത്തോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയായി. നമ്മൾ അതുകൊണ്ട് തന്നെ അവിടെ കുറേ നേരം നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. ഇവിടെ ടിപ്പറും ലോറിയുമൊക്കെ പോകുന്നുണ്ട്. മറ്റു വാഹനങ്ങൾ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. റോഡ് മുഴുവൻ വെള്ളത്തിലാണ്. ഇവിടെ വന്ന് അകപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ കുറച്ച് പേർ അവിടെ നിൽക്കുന്നതായി നമുക്ക് ഇവിടെ കാണാം. നമ്മളും അതുപോലെ എത്തിയതാണ്. നമ്മുടെ കൂടെ വന്ന കുട്ടികളൊക്കെ വെള്ളത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇവിടെ ചോദിച്ച് നമുക്ക് മനസ്സിലായത് 2018 ശേഷം ആദ്യമായാണ് ഇവിടെ ഇത്രയും വെള്ളം കയറിയത് എന്നാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരു കാറ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. ഇവിടെ കാർ പാർക്ക് ചെയ്ത് പോയതായിരുന്നു. മഴ പെയ്ത് വെള്ളം കയറി അത് മുങ്ങി നിൽക്കുന്ന സ്ഥിതിയിലുമാണ്. ഇതൊക്കെ ഇവിടെയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ വെള്ളം വറ്റുകയുള്ളൂ. അതിന് മുന്നേ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ തിരികെ മറ്റൊരു വഴിയിൽ കൂടി തിരുവനന്തപുരത്തോട്ട് യാത്ര തിരിക്കാമെന്ന് കരുതി തിരിച്ചിട്ടുണ്ട്. ജീപ്പും ലോറിയുമൊക്കെ വെള്ളത്തിൽ കൂടി പോകുന്നുണ്ട്. ഇതുപോലെ ആദ്യമായാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടേണ്ടി വന്നത്. നമ്മൾ ഈ ബസ്സിലാണ് വന്നത്. ഇത് എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് നിഹാൽ. ആരും ഈ മഴ സമയത്ത് യാത്ര ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ. നമുക്ക് മാത്രമല്ല, ഇതുവഴി വരുന്ന ആർക്കും ഒരു അപകടവും പറ്റാതെ വീട്ടിൽ തിരികെ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഗമണ്ണിൽ ഒരാൾ മരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ തിരികെ വീട്ടിലോട്ട് യാത്ര. ഈ വണ്ടിയും എടുത്ത് നമ്മൾ തിരികെ വീട്ടിലോട്ട് യാത്രയായി.